Hi guys, welcome to my channel Technical Browser. ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചുതരാമെന്ന് വെച്ചാൽ ഇപ്പോൾ കൊറോണയ്ക്ക് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെയായിരിക്കും. അപ്പോൾ അവർക്കൊരു ചിന്തയൊക്കെ ഉണ്ടാവും യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്താലോ. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത്. എങ്ങനെ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. അതിനുശേഷം നിങ്ങൾ ഇത് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനപ്പുറത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും നോക്കണം. നിങ്ങളുടെ ടോപ്പിക്, അതായത് നിങ്ങളിപ്പോൾ ഒരു കുക്കിംഗ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ടെക്ക് ടോപ്പിക്ക് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അത് നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ നിങ്ങൾ കുക്കിങ്ങിൻ്റെ ചാനലാണെങ്കിൽ നിങ്ങൾ കുക്കിംഗ് തന്നെ ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ കഴിവാണ് നിങ്ങൾ യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിലുള്ള ടോപ്പിക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുക. മറ്റുള്ളവരുടെ ടോപ്പിക്ക് നിങ്ങൾ സെലക്ട് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ഏത് ടോപ്പിക്ക് തോന്നുന്നു അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ രണ്ടാമതെന്ന് വെച്ചാൽ നെയിം നിങ്ങളിപ്പോൾ ഒരു യുണീക്കായിട്ടുള്ള നെയിം ആയിരിക്കണം. മറ്റുള്ളവരുടെ നെയിം നിങ്ങൾ കോപ്പി ചെയ്യാൻ പാടില്ല. കോപ്പി ചെയ്താൽ ഇടങ്ങാറെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ചാനൽ വളർന്നു വന്നാൽ നിങ്ങളുടെ ചാനൽ നല്ല സബ്സ്ക്രൈബേഴ്സ് കിട്ടും. അപ്പോൾ അവർ സെർച്ച് ചെയ്തിട്ട് നിങ്ങളുടെ ചാനൽ നോക്കുമ്പോൾ നിങ്ങളുടെ രണ്ട് ചാനൽ ഉണ്ടാവും. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അവർ മറ്റുള്ള ചാനലൊക്കെ അവർ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കുറയാൻ ഇതൊരു സാധ്യതയാണ്. അപ്പോൾ നിങ്ങൾ ഒരു യുണീക്കായിട്ടുള്ള മറ്റുള്ളവർക്ക് വേഗം പറയാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു നെയിം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിലേ നിങ്ങളുടെ ചാനൽ ഒരു പ്രോപ്പറായിട്ട് എന്നുള്ളൊരു ചാനലായി മാറുകയുള്ളൂ, നിങ്ങളുടെ ചാനൽ ഗ്രോ ചെയ്യുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ യൂട്യൂബ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ അക്കൗണ്ടുമായി നിങ്ങൾ യൂട്യൂബ് ലോഗിൻ ചെയ്യണം. അതായത് നിങ്ങളിപ്പോൾ സൈൻ ഇൻ ചെയ്യണം. അപ്പം നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യുമ്പോൾ ആ ഒരു അക്കൗണ്ടിൽ നിന്നുള്ള പാസ്വേഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. ആ പാസ്വേഡ് നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ പുതുതായ ഒരു അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു പുതുതായ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. അതിനുവേണ്ടി ഇപ്പോൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുകയാണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് മുകളിൽ ടോപ്പ് റൈറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ പ്രൊഫൈൽ കാണാം. അവിടെ ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഒരു താഴോട്ടേക്കുള്ളൊരു ചിഹ്നം കാണാം. ഇവിടെ ഞാനിപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ അക്കൗണ്ട്സൊക്കെ ഇവിടെ കാണാം. അവിടെ എനിക്ക് ആഡ് അനദർ അക്കൗണ്ട് എന്ന് കാണാം. ആഡ് അനദർ അക്കൗണ്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ പുതുതായി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ പോകുന്നത്. ആഡ് അക്കൗണ്ട് എന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുണ്ടാവും. അവിടെ അല്ലെങ്കിൽ നിങ്ങളുടെ വേറൊരു അക്കൗണ്ട് നിങ്ങൾക്ക് പാസ്വേഡ് അറിയുന്ന ഒരു അക്കൗണ്ട് നിങ്ങൾ അവിടെ സൈൻ ഇൻ ചെയ്യുക. ഞാനിപ്പോൾ പുതിയതായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ക്രിയേറ്റ് അക്കൗണ്ടാണ് ഇപ്പോൾ ക്ലിക്ക് ചെയ്യുന്നത്. അവിടേക്ക് മാനേജ് ബൈ ബിസിനസ് ഉണ്ടാവും, ഫോർ മൈ സെൽഫ് ഉണ്ടാവും. ഞാനിപ്പം മൈസെൽഫായിട്ട് ആണ്. ഇപ്പോൾ ബിസിനസ്സൊക്കെയുള്ള ഒരു അക്കൗണ്ടായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അവിടെ ഫോർ മൈ സെൽഫ് എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പുതുതായൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് സൈൻ ഇൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ടോപ്പ് റൈറ്റിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പ്രൊഫൈൽ കാണാം. ഇവിടെ നിങ്ങൾക്ക് ആ പ്രൊഫൈൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഈ ഒരു പ്രൊഫൈൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ നിങ്ങൾക്ക് യുവർ ചാനൽ എന്ന് കാണാം. യുവർ ചാനൽ, ആ യുവർ ചാനൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ലോഡ് ചെയ്തതിന് ശേഷം എനിക്കിവിടെ നിങ്ങളുടെ ചാനലിൻ്റെ നെയിം കൊടുക്കാൻ പറയും. ഞാനിപ്പോൾ എൻ്റെ നെയിം തന്നെയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഇവിടെ നെയിം കൊടുത്തതിന് ശേഷം എനിക്കിവിടെ ക്രിയേറ്റ് ചാനൽ എന്ന് കാണാം. ക്രിയേറ്റ് ചാനലിലൊക്കെ എനിക്കിവിടെ ചാനൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഒരു പേര് കൊടുത്തിട്ട് ചാനൽ ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എനിക്കിവിടെ വീണ്ടും ആ പ്രൊഫൈൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ യുവർ ചാനൽ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യുക. യുവർ ചാനൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരിക. ഇവിടെ നിങ്ങൾക്ക് പേര് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെറ്റിങ്സിൻ്റെ ചിഹ്നം കാണാം. ഈ ഒരു സെറ്റിങ്സിൻ്റെ ചിഹ്നം ഞെക്കി നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പേര് മാറ്റാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അപ്പോൾ ഗൈസ് നിങ്ങൾ ഈ പ്രൊഫൈൽ വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക.
ഇവിടെ നിങ്ങൾക്ക് ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണാം. നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ താഴെ ആ ഗൂഗിൾ അക്കൗണ്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ സെറ്റിങ്സിലേക്കാണ് പോവുക. ഇപ്പോൾ ലോഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പേഴ്സണൽ ഇൻഫോ എന്ന് കാണാം. ഈ പേഴ്സണൽ ഇൻഫോ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് പ്രൊഫൈൽ ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോ നെയിം ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ അക്കൗണ്ടിൻ്റെ എല്ലാ സംഭവവും നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോ ഉണ്ട്. ഫോട്ടോ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. സെറ്റ് പ്രൊഫൈൽ ഫോട്ടോ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾക്ക് ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. ഇവിടെ ടേക്ക് ഫോട്ടോ എന്ന് വെച്ചാൽ നിങ്ങൾ ക്യാമറയിൽ പോയി എടുക്കുക. ചൂസ് ഫോട്ടോ അടിച്ചാൽ നിങ്ങൾക്ക് ഗാലറിയിലേക്ക് പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു സിമ്പിൾ മെത്തേഡ് വെച്ച് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.